അങ്ങനെ കോളേജിൽ ബേനെ പറ്റിയിട്ടുള്ള ഒരു വലിയ റൂമർ അങ്ങനെ വൈറലായിക്കൊണ്ട് നടക്കുകയാണ്. അവൾക്കാണെങ്കിലോ ഇതൊക്കെ ഭയങ്കര പേടിയുള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം നന്നായിട്ട് അവൾ ഒളിഞ്ഞാണ് നടക്കുന്നത്. അങ്ങനെ ഇങ്ങനെ നടക്കുന്നതിൻ്റെ ഇടയിലാണ് പെട്ടെന്ന് ഇവിടെ ചെങ്ങിനെ കാണുന്നത്. ചെങ്ങും ഇവളെ ജസ്റ്റ് ഒന്ന് കണ്ട്, പക്ഷെ ആരാണെന്ന് മനസ്സിലായില്ല. എന്നാൽ ഇവൾക്ക് മനസ്സിലാകുകയും ഇവളെ ഇനി അവൻ്റെ മുന്നിൽ പെട്ടിട്ട് വീണ്ടും ആ ഒരു ഗോസിപ്പ് വീണ്ടും അവർ വൈറലാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഒളിഞ്ഞ് നടക്കുകയാണ്. എന്നാൽ യുവിൻ്റെ മുന്നിലാണ് വന്ന് പെട്ടതെന്ന് മാത്രം. ഒന്നിൽ നിന്ന് രക്ഷപ്പെടുമ്പോൾ മറ്റൊന്നിലോട്ട്. എന്നാൽ യുവിന് ഈ ഒരു കാര്യങ്ങളൊന്നും അറിയില്ല. എന്നാൽ ഇവളിങ്ങനെ നടക്കുന്നത് കൊണ്ട് തന്നെ യു ചോദിക്കുകയാണ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന്. അതിൽ ബേ ഇവനിത് അറിയണ്ടെന്നും വിചാരിച്ചിട്ട് അവൾ പെട്ടെന്ന് പറയും എൻ്റെ ഒരു സാധനം കാണാതെ പോയി, അത് നോക്കിയാണെന്ന്. അങ്ങനെ പിന്നെ അവൾ ജസ്റ്റ് ഇങ്ങനെ ആക്ടിംഗ് ഒക്കെ നടത്തുകയാണ്. അതിൽ യു അവന് വന്ന കാര്യം പറയുകയാണ്. അതായത് അവന് ബ്ലാക്ക് അല്ല എന്ന് ഇവളെ ഒന്നും കൂടി നന്നായിട്ട് പറഞ്ഞ് മനസ്സിലാക്കിക്കണം. അതുകൊണ്ട് തന്നെ ഇവൾക്ക് ആവശ്യപ്പെട്ട അവൻ്റെ ആ ഒരു വർക്ക് ഉണ്ടല്ലോ, അത് ഇവനക്ക് കൊടുക്കാൻ പറ്റില്ല എന്നും കൂടെ പറയണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഈ ഒരു വരവിൻ്റെ ഉദ്ദേശം. എന്നിട്ട് അവൻ അത് പറഞ്ഞു തുടങ്ങുമ്പോൾ ആ ഒരു സ്റ്റാർട്ടിംഗ് ഒക്കെ കേട്ടപ്പോൾ ഇവൾ വിചാരിക്കുന്നത് ഇപ്പോൾ വൈറലായ ആ ഒരു സംഭവത്തെ പറ്റിയാണെന്നൊക്കെ വിചാരിച്ചിട്ട് ഇവൾ നേരെ ചാടി കയറിക്കൊണ്ട് പറയുന്നു അതൊരിക്കലും നിങ്ങളുടെ ഫോൾട്ട് അല്ല, പിന്നെ ആളുകൾ അങ്ങനെയൊക്കെ തെറ്റിദ്ധരിച്ചതാണ് എന്നൊക്കെ പറയുമ്പോൾ ഇവൻ വിചാരിക്കുന്നത് ഇവൻ പറയാൻ പോകുന്ന കാര്യം ഇവൾക്ക് ഓൾറെഡി അറിയാമെന്നാ. എന്നിട്ട് നീ അത് ഓൾറെഡി അറിഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ ഇവൾ പറയും പിന്നെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും ഈ ഒരു സമയം കൊണ്ട്, പിന്നെ നമ്മുടെ ആ ഒരു കോളേജിൻ്റെ വെബ് പേജിലെല്ലാം ഭയങ്കര വൈറലല്ലേ എന്ന് പറയുമ്പോൾ ഇവൻ ആകെ ഒന്ന് ഞെട്ടി. ഒന്നും അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. എന്നാൽ ഇവൾക്ക് കൂടുതൽ അങ്ങോട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ ഒട്ടും സമയമില്ല. പിന്നെ ഇവൻ്റെ കൂടെ കണ്ടാലും ആകെ പ്രശ്നമാകുമല്ലോ. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഇവിടെ നിന്നും വേഗം സ്കൂട്ടാകണം, എന്നിട്ട് ഇവിടെ നിൽക്കുന്നത് അപകടമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൾ വീണ്ടും ഒളിച്ച് പാത്തു പോവുകയാണ്. എന്നിട്ട് ഒരു ബായ് പറയാൻ അവൾ മറന്നിട്ടൊന്നുമില്ല. എന്നാൽ ഒന്നും മനസ്സിലാകാത്ത യു എന്താണ് ഇവൾ ഈ ഒരു കാട്ടിക്കൂട്ടുന്നത്, പിന്നെ കോളേജിൻ്റെ വെബ് പേജിൽ എന്താണ് വൈറലായത് എന്നൊക്കെ അവനൊന്ന് സെർച്ച് ചെയ്യുമ്പോഴോ അപ്പോഴാണ് അവന് കുറച്ച് മുന്നേ ആ ഒരു വൈറലായ കാര്യങ്ങളെല്ലാം ഇവിടെ അറിയുന്നത്, അതും അവനെ പറ്റി. ഏതായാലും അവൻ ആകെ ഞെട്ടിത്തരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അതേസമയം ഇവിടെ കോമിക് ക്ലബ്ബിൽ ചെങ് എല്ലാവരെയും ഒരു മീറ്റിങ്ങിന് വേണ്ടിയിട്ട് വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. എന്നാൽ എല്ലാവരും വന്നിട്ടുണ്ട്, പക്ഷെ ബേ മാത്രമില്ല. എന്നാൽ ഇവന് ബേ വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നു. എന്നാൽ ആ ഒരു മീറ്റിംഗ് തുടങ്ങാത്തത് കൊണ്ട് തന്നെ എല്ലാവരും തുടങ്ങാൻ പറയുമ്പോൾ ഇവൻ പറയുന്നത് എല്ലാവരും എത്തട്ടെ എന്ന്, അതായത് ബേ എത്തട്ടെ എന്നാണ് അവൻ ഉദ്ദേശിച്ചത്. അതിലിവിടെ ലിന് പറയും ബേ ആണെങ്കിൽ അവൾക്ക് സുഖമില്ല, അവൾ നേരെ ഹോസ്റ്റലിലോട്ട് പോയി, അവൾക്ക് എന്തോ തീരെ വയ്യ എന്നൊക്കെ പറയുന്നു. അത് കേട്ട് ഇവൻക്ക് ജസ്റ്റ് ഒരു സങ്കടമാകുന്നുണ്ടെങ്കിലും ഇപ്പോൾ അവൻ അതിനെപ്പറ്റി ഒന്നും ചോദിക്കുന്നില്ല. പകരം ആ ഒരു മീറ്റിംഗ് അവൻ വിളിച്ചു വരുത്താനുണ്ടായ ആ ഒരു കാരണങ്ങളെല്ലാം ഇവിടെ അവർക്കൊരു ക്ലാസ് എടുത്ത് കൊടുക്കുകയാണ്. എന്നാൽ അതേസമയം ഇവിടെ ബേ പുറത്തിറങ്ങാൻ വയ്യാതെ ഹോസ്റ്റലിൽ, അതും ഒരു കുഞ്ഞൊരു ഗ്യാപ്പിൽ ഒളിച്ചിരിക്കുകയാണ്. അവൾ ആകെ ടെൻഷനായിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അങ്ങോട്ടാണ് ഇവിടെ സീനിയർ പെണ്ണ് വരുന്നത്. ഇവളെ ആദ്യം ഒന്ന് കണ്ടപ്പോൾ ആകെ ഒന്ന് പേടിച്ചു പോയി. പിന്നെ ഇവൾക്ക് മനസ്സിലായി ഇവളിങ്ങനെ ഒളിഞ്ഞിരിക്കാൻ എന്തായിരിക്കും കാരണമെന്ന്. എന്നിട്ട് ആ ഒരു സീനിയർ പെണ്ണ് ഇവളെ സമാധാനിപ്പിക്കുന്നുണ്ട്. ആ ഒരു റൂമറൊന്നും കേട്ടിട്ട് ഒരിക്കലും വിഷമിക്കരുത്, അതൊക്കെ നെവർ മൈൻഡ് ആക്കി വിടണം, ആളുകൾ അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, അവർക്ക് പുതിയൊരു ന്യൂസ് കിട്ടുമ്പോൾ അവർ അതിൻ്റെ പിന്നാലെ പോയിക്കോളും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്. അതൊക്കെ കേട്ടപ്പോൾ ഇവിടെ ബേക്ക് എന്തോ ഒരു വലിയൊരു ആശ്വാസം. അങ്ങനെ അവൾ പറയുകയാണ് ഞാൻ ഒരിക്കലും ചെങ്ങിൻ്റെ കൂടെ ആ ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കിലോട്ട് പോയിട്ടില്ല, നിങ്ങൾക്കറിയാലോ, നിങ്ങൾ അറിഞ്ഞതാണല്ലോ ഞാൻ ആ ഒരു ഡ്രസ്സൊക്കെ നോക്കുന്ന ആ ഒരു സമയത്ത്. സത്യം പറഞ്ഞാൽ ഞാൻ യുവിൻ്റെ കൂടെ ആയിരുന്നു പോയിരുന്നത്, പക്ഷെ അവിടെ എത്തി യുവിന് കുറച്ച് എമർജൻസി ഉണ്ടായി, അവൻ പോയി, അങ്ങനെയാണ് ഞാൻ ചെങ്ങിൻ്റെ കൂടെ എത്തിപ്പെട്ടത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. അത് കേട്ടതും ഇവിടെ സീനിയർ പെണ്ണ് അവളെ സമാധാനിപ്പിച്ചുകൊണ്ട് അതൊക്കെ എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് അവളിങ്ങനെ സമാധാനിപ്പിക്കുന്നു. പിന്നെ അവൾ ബേ പറയുന്നു എനിക്കെന്തോ ഭയങ്കര തല പെരുക്കുന്നത് പോലെ, ഞാൻ ഒന്ന് സമാധാനപ്പെട്ടിട്ട് വരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവൾ പോകുന്നത്. ഇനി ആ ഒരു സമയം കൊണ്ട് തന്നെ കോമിക് ക്ലബ്ബിൽ അവരുടെ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരും പിരിഞ്ഞു പോകുന്ന ആ ഒരു സമയത്താണ് ഇവിടെ ചെങ് ഇവിടെ ലിന്നിനെ പിടിച്ചു വെച്ചിട്ട് എന്താണ് അവൾക്ക് ശരിക്കും പറ്റിയത് എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നത്. അതിൽ പിന്നെ ഇവിടെ ലിന്ന് പറയുകയാണ് അവൾക്ക് ശരിക്കും പറഞ്ഞാൽ വയ്യായികയൊന്നുമില്ല, പക്ഷെ അവൾക്കിപ്പോൾ ആളുകളെ ഭയങ്കര ഫേസ് ചെയ്യാൻ വയ്യ ആ ഒരു ഗോസിപ്പ് കൊണ്ട് തന്നെ, അതുകൊണ്ട് അവൾ ഒളിഞ്ഞു നടക്കുകയാണ്, ആളുകളുടെ മുന്നിലോട്ട് വരാതെ ശ്രമിക്കുകയാണ് എന്നൊക്കെ പറയുന്നു. എന്നാൽ അത് കേട്ടിട്ട് ഇവിടെ ചെങ്ങിന് ഗോസിപ്പോ എന്ത് ഗോസിപ്പ് എന്ന് പറയുന്നു. ആക്ച്വലി ചെങ്ങും അതൊന്നും അറിഞ്ഞിട്ടില്ലായിരുന്നു. അതിൽ പിന്നെ കൂടെ ഇരിക്കുന്ന ക്സിയോ നീ ഇതൊന്നും അറിഞ്ഞിട്ടില്ലേ എന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ തന്നെ അതെല്ലാം കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ അവിടെ വെച്ചിട്ടാണ് ചെങ്ങും അത് കാണുന്നതും അറിയുന്നതുമെല്ലാം. അതോടുകൂടി അവൻക്കും ഭയങ്കര വിഷമം, അവനെ പറ്റിയും ബേനെ പറ്റിയും പിന്നെ യുവും കൂടി അവളുടെ കൂടെ നിന്നിട്ടുള്ള ആ ഒരു കാര്യങ്ങളൊക്കെയാണല്ലോ ഇവിടെ ഗോസിപ്പ്. അവനും ആകെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. ശേഷം ലിന്ന് പറയുന്നത് അവൾക്ക് ഈ ഒരു ഗോസിപ്പൊന്നും ടോളറേറ്റ് ചെയ്യാനുള്ള കഴിവില്ല, അവൾ ഭയങ്കര മൃദുല ഹൃദയമുള്ളൊക്കെ ഒരാളാണ്, അതുകൊണ്ട് ബാക്കിയുള്ളവരെ ഫേസ് ചെയ്യാതിരിക്കാൻ അവൾ മാക്സിമം ശ്രമിക്കുകയാണ്, ഹൈഡ് ചെയ്യാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. അതും കേട്ടതോടുകൂടി ഇവിടെ ചെങ്ങിന് എന്തോ ഭയങ്കര ഒരു വിഷമം വരുന്നു. എന്നിട്ട് ഇവർ പോയി കഴിഞ്ഞതിന് ശേഷം അപ്പോൾ തന്നെ ഇവിടെ ബേക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് നീ എവിടെയാണെന്നും ചോദിച്ചിട്ട്. എന്നാൽ ഇവർ രണ്ടുപേരും ഇനി ഇങ്ങനെ നടന്നു പോവുകയാണല്ലോ ഈ ഒരു ക്സിയോ ലിന്നൊക്കെ. അപ്പോഴും അവരുടെ ആ ഒരു ടോപ്പിക്ക് ബേനെ പറ്റിയുള്ള ഒരു ഗോസിപ്പും കാര്യങ്ങളൊക്കെയാണ്. എന്നിട്ട് ഇവിടെ ലിന്ന് ക്സിയോനോട് പറയുന്നുണ്ട്
നീ ഭയങ്കര ചെങ്ങിനോട് ആ ഒരു കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ ഭയങ്കര ഇമോഷണലായിട്ട് ഭയങ്കര ഫീൽ ചെയ്ത് പറയുന്നത് പോലെയാണല്ലോ ചെയ്യുന്നത്, എന്തിനാ അങ്ങനെയൊക്കെ അവനെ വിഷമിപ്പിച്ചത്? അത് കേട്ടപ്പോൾ എനിക്കെന്തോ അവൻ്റെ മുഖത്ത് ഭയങ്കര ഒരു എക്സ്പ്രഷൻ മാറ്റും, അവനക്കും എന്തോ ഒരു വിഷമം ഉള്ളതുപോലെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. അത് കേട്ടതും ഇവിടെ സിയോ പറയുന്നത് നിനക്കങ്ങനെ തോന്നിയല്ലേ, എന്നാൽ അവൻക്കും അത് അങ്ങനെ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഭയങ്കര ഇമോഷണലായിട്ട് പറഞ്ഞത്. അവൻക്ക് അങ്ങനെയൊക്കെ പറഞ്ഞാലേ അവൻ്റെ മനസ്സിൽ അത് തട്ടുകയുള്ളൂ, എല്ലാം ഒരു നെവർ മൈൻഡാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നാൽ ബേക്ക് ഇവിടെ ചെങ്ങ് അവന് മെസ്സേജ് അയച്ചിട്ടൊന്നും ഒരു റീപ്ലൈ പോലും വന്നിട്ടില്ല. അവളിത് എവിടെ പോയി, എവിടെ ആയിരിക്കും, എന്തായിരിക്കും ഇപ്പോൾ അവളുടെ അവസ്ഥ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടാണ് അവൻ അങ്ങനെ ഇരിക്കുന്നത്. അങ്ങനെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന ആ ഒരു സമയത്താണ് ഇവിടെ ചീഫ് എഡിറ്റർ അവനക്ക് വിളിക്കുന്നത്. വിളിക്കാനുണ്ടായ കാരണം മറ്റൊന്നുമല്ല, പണ്ടേ ഒരു ചീഫ് എഡിറ്റർ ഇവനോട് ആവശ്യപ്പെട്ടിരുന്നല്ലോ ഇവരുടെ ഒരു ഇന്റർ യൂണിവേഴ്സിറ്റി കോമ്പറ്റീഷൻ, അതും കോമിക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷന് അതിന് ചീഫ് ഗസ്റ്റായിട്ട് ബ്ലാക്ക് അവൻ്റെ മുഖം റിവീൽ ചെയ്യണം, എന്നിട്ടൊരു ചീഫ് ഗസ്റ്റായിട്ട് അവിടെ എത്തണം, അതിന് താല്പര്യമുണ്ടോ എന്ന് അവൾ അന്ന് ചോദിച്ചിരുന്നു. പക്ഷേ അന്ന് തന്നെ ഇവന് റിജക്റ്റ് ചെയ്തിരുന്നു. എന്നിട്ട് ആ ഒരു കാര്യം ഒന്നുകൂടി ചോദിച്ചുകൊണ്ടാണ് ഇവിടെ ചീഫ് എഡിറ്റർ വിളിക്കുന്നത്. എന്നാൽ അവന് പറയുന്നത് അതിനോട് വീണ്ടും താല്പര്യമില്ല, മാത്രമല്ല സീസൺ 3 അതിൻ്റെ ഒരു പുതിയ ഐഡിയകളൊന്നും അവനക്ക് ഇപ്പോഴും ശരിയാക്കി കിട്ടിയിട്ടില്ല, ഇപ്പോഴും അതിൻ്റെ പിന്നാലെയാണ്, അപ്പോൾ ഒട്ടും സമയമില്ല എന്നൊക്കെ പറയുന്നു. പിന്നെ ഇവനൊരു കാര്യം ചോദിക്കുന്നു, അതായത് ഇവൻ്റെ ആ ഒരു വർക്ക് ഉണ്ടല്ലോ, അതിൻ്റെ ആ ഒരു ഒറിജിനൽ വർക്ക്, അതായത് ഇവൻ ഇങ്ങനെ വരച്ചു കൊടുത്തത് ഇവൻ ആ ഒരു പബ്ലിക്കേഷനിൽ കൊടുക്കുന്നു, അവരതൊരു ബുക്കായിട്ട് അച്ചടിച്ച് വരുന്നു. എന്നാൽ ഇവൻ ആ കൊടുത്ത ശരിക്കുമുള്ള പേപ്പർ അതിൽ കുറച്ച് തനിക്ക് തിരിച്ച് കിട്ടുമോ, അവനക്കൊരു ആവശ്യമുണ്ട് എന്ന് പറയുന്നു. എന്നാൽ അതിവിടെ ഒരു ചീഫ് എഡിറ്ററിന് സാധ്യമല്ല. കാരണം ആ ഒരു ഇവൻ്റെ വർക്ക് അവരെടുത്തതോടുകൂടി പിന്നെ ആ ഒരു കോപ്പിറൈറ്റ് ക്ലെയിമൊക്കെ ആ ഒരു കമ്പനിയുടെ പേരിലാണ്. അപ്പോൾ വേറൊരാൾ അത് ഉപയോഗിക്കാൻ പാടില്ല, ഈവൻ ഈ ഒരു ബ്ലാക്ക് പോലും. അപ്പോൾ അതിന് ഇവൻക്കെതിരെ പ്രശ്നമുണ്ടാകും എന്നൊക്കെ ഇങ്ങനെ പറയും. അത് ഓൾറെഡി അഗ്രിമെൻറ്റിലും ഉള്ളതാണ്. പിന്നെ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഇവൻ ട്രൈ ചെയ്യുന്നത് ബേക്ക് അവൻ്റെ ആ ഒരു വർക്ക് കൊടുക്കാനാണ്. കുറച്ച് അവൾ ഓൾറെഡി ആ ഒരു കോമിക് ക്ലബിന് വേണ്ടിയിട്ട് പ്രോമിസ് ചെയ്തിരുന്നല്ലോ. അപ്പോൾ ഇവളെ ഒന്ന് സഹായിക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു ഈ ഒരു ചോദിച്ചത്. പക്ഷേ അത് ആ ഒരു ചീഫ് എഡിറ്റർ സമ്മതിക്കുന്നില്ല, മാത്രമല്ല അത് പ്രശ്നവുമാണ്. ഏതായാലും അവൻ അടുത്ത ഒരു കാര്യം ചോദിക്കും. എന്നാൽ ഇവന് ഒരുപാട് റഫ് വർക്ക് അവർക്ക് ചെയ്തു കൊടുത്തിരുന്നു, അത് ആക്ച്വലി അവർ പബ്ലിഷ് ചെയ്തിട്ടില്ല. അപ്പോൾ ആ ഒരു പിക്ചർ അത് എടുത്തോട്ടെ എന്ന് ചോദിക്കുമ്പോൾ അതാണെങ്കിൽ പ്രശ്നമില്ല എന്ന് ഈ ചീഫ് എഡിറ്റർ പറയും. അതായത് അവർ പബ്ലിഷ് ചെയ്യാത്ത ഇവൻ്റെ റഫ് പേജുകളൊന്നും ഇവൻ ഉപയോഗിക്കുന്നതിൽ ഒരു പ്രശ്നവുമില്ല എന്ന്. അത് കേട്ടതും ഇവനക്ക് ചെറിയൊരു സന്തോഷവും സമാധാനവും ഒക്കെ ആകുന്നുണ്ട്. ഇനി ഇവിടെ ഹോസ്റ്റലിലാണെങ്കിൽ ലിന്നി അവൾ വന്നിട്ട് ഇതുവരെ ബേനെ കണ്ടിട്ടില്ല. ബേ എവിടെ പോയി, രാത്രിയായി ഏകദേശം, അവളുടെ ഒരു വിവരവുമില്ല. ആകെ വിഷമിച്ച് ഫോൺ ചെയ്തിട്ടാണെങ്കിൽ കിട്ടുന്നുമില്ല. അങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന ഒരു സമയത്താണ് സീനിയർ പെണ്ണ് വരുന്നത്. സീനിയർ പെണ്ണിനോട് ഇവള് ആ ഒരു വിഷമമെല്ലാം പറയും. എന്നിട്ട് അവൾ ഇത് എവിടെ പോയിട്ടുണ്ടാകും, ഒരു വിവരവുമില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ ഒരു സീനിയർ പെണ്ണ് പറയുന്നത്, അവളെ ഞാൻ ഉച്ചയ്ക്ക് കണ്ടിരുന്നു, അവൾ ഭയങ്കര സങ്കടത്തിലായിരുന്നു, ആകെ ഡിസ്റ്റർബ്ഡ് ആയിരുന്നു, അപ്പോൾ അവളുടെ മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യാം, ഒന്ന് കുറച്ച് നടന്നിട്ട് വരാം എന്നൊക്കെ പറഞ്ഞിട്ട് പുറത്തോട്ട് പോയിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു. അതിൽ പിന്നെ അവർ അത്യാവശ്യം ഒരുപാട് സമയമായല്ലോ അവൾ പോയിട്ട്, ഇതുവരെ കാണുന്നില്ല. അങ്ങനെ വീണ്ടും ആ ഒരു വിഷമം പറയുമ്പോൾ ഈ ഒരു സീനിയർ പെണ്ണ് പറയും, നമുക്ക് കുറച്ചും കൂടി അവൾക്ക് സമയം കൊടുക്കാം, ഏകദേശം ഇപ്പോൾ അധികം അങ്ങോട്ട് ലേറ്റ് ആയിട്ടില്ലല്ലോ, ഇനിയും കണ്ടില്ലെങ്കിൽ നമുക്ക് തിരഞ്ഞിറങ്ങാമെന്നും പറഞ്ഞു നിൽക്കുന്നു. എന്നാൽ അതേ സമയം ഇവിടെ ബേ എവിടെയാണെന്ന് വെച്ചാൽ അവൾ ഒരു പബ്ലിക് ലൈബ്രറിയിലാണ്. അവൾക്ക് ഏറ്റവും വിഷമം വരുന്ന ആ ഒരു സമയത്തെല്ലാം അവൾ കോമിക് ബുക്ക് വായിച്ചിട്ടായിരുന്നു അവൾ സമാധാനിച്ചിരുന്നത്. അങ്ങനെ ഈ ഒരു പ്രശ്നവും അവൾ ഇങ്ങനെയാണ് സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ മുതൽ കോമിക് ബുക്ക് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വായിച്ച് ഏകദേശം അവിടുത്തെ കഴിയാനായി, മാത്രമല്ല നന്നായിട്ട് രാത്രിയായി തുടങ്ങിയുമുണ്ട്. അപ്പോൾ ആ ഒരു ലൈബ്രറി അടക്കാനുള്ള സമയമായിട്ടുണ്ട്. അങ്ങനെ ആ ഒരു സ്റ്റാഫ് വന്നിട്ട് ഇനി അവളോട് നാളെ വാ, ഇന്നത്തെ സമയം കഴിഞ്ഞു എന്ന് പറഞ്ഞിരുന്നു. അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഇവൾ സമയവും ഇവളുടെ ഫോണും എല്ലാം ഒന്ന് ചെക്ക് ചെയ്യുന്നത്. ഫോൺ നോക്കിയപ്പോഴും അതിൽ ഒരുപാട് മെസ്സേജസ്. അവളുടെ ആ ഫ്രണ്ട് ലിന്നി ഒരുപാട് തവണയാണ് അവൾ എവിടെയാ, എന്താ പണി എന്നൊക്കെ ചോദിച്ചിട്ട് അവളെ തിരക്കിക്കൊണ്ട് ഇങ്ങനെ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അതിൽ അവൾ അപ്പോൾ തന്നെ അതിന് റിപ്ലൈ കൊടുക്കുന്നു. അവളിപ്പോൾ ഒരു ലൈബ്രറിയിലാണ്, കോമിക് ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോൾ വരുമെന്ന് പറയുന്നു. അവളുടെ മെസ്സേജ് പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഇവര് അത് അപ്പോൾ തന്നെ കേൾക്കുന്നു. അങ്ങനെയോ കൂടെയുള്ള ഒരു സീനിയർ പെണ്ണുമുണ്ട്. അങ്ങനെ ഇവർക്ക് സമാധാനമാകുന്നു. എന്നിട്ട് പെട്ടെന്ന് തന്നെ അവളോട് വേഗം റൂമിലോട്ട് വരാനും വേണ്ടി പറയുന്നുണ്ട്. അങ്ങനെ പോയി അടുത്ത മെസ്സേജസ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അതിൽ ചെങ്ങ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ചെങ്ങ് അവൾ എവിടെയാണ്, പിന്നെ അടുത്തതായിട്ടുള്ള അവൻ്റെ മെസ്സേജ്, അവൻക്ക് ബ്ലാക്കിൻ്റെ ആ കുറച്ച് വർക്ക്സ് കിട്ടിയിട്ടുണ്ട്, നിനക്ക് വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ കോമിക് ക്ലബിലോട്ട് വാ എന്ന് പറയുന്നു. അത് കണ്ടതും ഇവൾ ആകെ ഷോക്കാകും. പിന്നെ ഭയങ്കര സന്തോഷം, കാരണം ഇവളിങ്ങനെ ചാലഞ്ച് ചെയ്തതായിരുന്നല്ലോ അവളുടെ ആ ഒരു കോമിക് ക്ലബ്ബ് മെമ്പേഴ്സിന്. അപ്പോൾ അത് കിട്ടിയതിൻ്റെ ആ ഒരു സന്തോഷം. എന്തായാലും അവൾ നേരെ പിന്നെ ഹോസ്റ്റലിലോട്ടല്ല കോമിക് ക്ലബിലോട്ട്
ക്ലബിലോട്ടാണ് ഓടുന്നത്. അങ്ങനെ പോകുന്ന വഴി ഇവിടെ ഈ ലിന്നിനോട് പറയാൻ മറന്നിട്ടുമില്ല. അവൾ അത്യാവശ്യമായിട്ട് ചെങ്ങ് വിളിച്ചിട്ടുണ്ട്, അവൾ വേഗം അവൻ്റെ അടുത്തോട്ട് പോവുകയാണ്, അതും കോമിക് ക്ലബിലോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു മെസ്സേജ്. എന്നാൽ അതും ഇവിടെ ലിന്നി ഈ ഒരു സീനിയർ പെണ്ണിൻ്റെ ഇടയിൽ വെച്ചിട്ടാണ് കേൾക്കുന്നത്. ആ ഒരു സീനിയർ പെണ്ണും ഇത് കേൾക്കുന്നു. അതോടുകൂടി അവൾക്ക് ഭയങ്കര വിഷമം വരാൻ തുടങ്ങും. എന്നാൽ അത് മനസ്സിലാക്കിയ ലിന്നി പെട്ടെന്ന് തന്നെ വിഷയം മാറ്റും. ആക്ച്വലി ഇന്ന് ഞങ്ങൾക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ ഒരു മീറ്റിങ്ങിൽ അവൾ മാത്രമായിരുന്നു പങ്കെടുക്കാതിരുന്നത്. ചിലപ്പോൾ അതിൻ്റെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി വിളിച്ചതായിരിക്കും എന്ന് പറയുന്നു. എന്നിട്ട് അവൾക്ക് അത്യാവശ്യമായിട്ട് വേറൊരു കോൾ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ വേഗം അവളുടെ ഇടയിൽ നിന്നും പോവുകയാണ്. എന്നാൽ ആ ഒരു സീനിയർ പെണ്ണിന് ഇവളുടെ ഈ ഒരു പരിങ്ങലും എല്ലാം കണ്ടിട്ട് എന്തൊക്കെയോ ഒരു വശപശക്കൊക്കെ ഫീൽ ചെയ്യുന്നു. ഭയങ്കര ടെൻഷനും വരുന്നുണ്ട്. ഇനി കോമിക് ക്ലബിലാണെങ്കിലോ ഈ ഒരു മെസ്സേജ് അയച്ചതിന് ശേഷം ചെങ്ങ് ഇവിടെ ബേൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം രാത്രിയായി. അപ്പോഴാണ് ഇവിടെ ബേ ഓടിക്കതച്ചുകൊണ്ട് അങ്ങോട്ട് വരുന്നത്. വന്ന പാടെ എനിക്കിത് എങ്ങനെ കിട്ടി എന്നൊക്കെ ചോദിക്കുന്നു. അവന് ഭയങ്കര കൂളായിട്ട് അവൻ്റെ കയ്യിലുള്ള കുറച്ച് വർക്ക് ഇവളെ അങ്ങോട്ട് ഏൽപ്പിക്കും. അങ്ങനെ ഇവൾ അത് ഭയങ്കര സന്തോഷത്തോടെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു പേജസ് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്നിങ്ങനെ പറയുന്നത്. പിന്നെയാണ് അവൾക്ക് ഓർമ്മയായത്. അതായത് ആദ്യം ഇവളെ ഈ ഒരു കോമിക് ക്ലബ്ബിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി വന്ന ആ ഒരു ദിവസം ഇവിടെ ബോക്സിംഗ് ക്ലബ് ടീമും ഇവരുടെ ടീമും എല്ലാവരും കൂടി ഫൈറ്റ് ഉണ്ടാക്കുന്ന ആ ഒരു ദിവസം തന്നെ അവിടെ ആ ഒരു വേസ്റ്റ് ബാസ്ക്കറ്റിൽ കുറച്ച് പേപ്പേഴ്സ് കണ്ടിരുന്നല്ലോ. എന്നിട്ട് അത് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ അത് ചെങ്ങ ഇവിടെ അടിച്ചു മാറ്റി കൊണ്ടുപോകുന്നതെല്ലാം അവൾ ശ്രദ്ധിച്ചിരുന്നല്ലോ. അങ്ങനെ ആ ഒരു പേപ്പേഴ്സ് ആണ് ഇത് എന്ന് ഇവൾക്ക് മനസ്സിലായി. എന്നാൽ ഇവൾ വിചാരിക്കുന്നത് അവന് ബ്ലാക്കിൻ്റെ ഭയങ്കര ഫാൻ ആയതുകൊണ്ട് തന്നെ അവന് അത് അടിച്ചു മാറ്റി പിന്നെ ഇവൾക്ക് ഈ ഒരു ആവശ്യം വന്നപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ഒരു പേപ്പർ ഇവൾക്ക് കൊടുത്തു എന്നൊക്കെയാണ് അവൾ വിചാരിക്കുന്നത്. എന്നിട്ട് അത്രയും അമൂല്യമായിട്ടുള്ള ആ ഒരു സാധനമെല്ലാം ഇവൾക്ക് കൊടുത്തതിൽ ഇവൾ ഭയങ്കരമായിട്ട് അവനോട് താങ്ക്സും പറയുന്നുണ്ട്. എന്നിട്ട് അവളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ ചെങ്ങ് ചോദിക്കുന്നത്, നീ ഇത് എവിടെയായിരുന്നു, നിനക്ക് എന്താ പറ്റിയതെന്ന്. അതിൽ അവൾ പറയുന്നത്, ആക്ച്വലി ഞാൻ ഭയങ്കര വിഷമത്തിലായിരുന്നു, എനിക്ക് എന്തൊക്കെയോ പറ്റി എന്നൊക്കെയായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ ഞാൻ ഓക്കെയാണ്, 100% ഓക്കെയാണ് എന്നൊക്കെ ഭയങ്കര കോൺഫിഡൻസോടെ ഇങ്ങനെ പറയുന്നു. എന്നാൽ ഇവളിങ്ങനെ ഒരു കള്ളം പറയുകയാണെന്ന് ഇവിടെ ചെങ്ങിന് ഇങ്ങനെ മനസ്സിലായത് കൊണ്ട് തന്നെ അവളിങ്ങനെ പറയുമ്പോൾ അവളിങ്ങനെ തുറച്ചു നോക്കുകയാണ്. അതോടുകൂടി അവളുടെ ആ ഒരു കോൺഫിഡൻസ് എല്ലാം പോയി. അവൾക്ക് പിന്നെ അവളുടെ ആ ഒളിപ്പിച്ച് വെച്ച ആ ഒരു ഇമോഷൻസ് ഒക്കെ പുറത്ത് വരാൻ തുടങ്ങും. അവൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും ഭയങ്കര സങ്കടമാണ് അവളെ പറ്റിയിട്ട് ഇല്ലാത്തൊരു റൂമർ ഇങ്ങനെ പറഞ്ഞ് നടക്കുന്നത് കൊണ്ട് തന്നെ. എന്നാൽ അവൾ അപ്പോഴും ഇങ്ങനെ വിഷമിച്ചു കൊണ്ടാണെങ്കിലും ഇങ്ങനെ ഓക്കെയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. എന്നാൽ ഇവളെ ഇങ്ങനെ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ചെങ്ങ് അവൾക്കൊരു ഡ്രിങ്ക് ഒക്കെ ഇങ്ങനെ ഓഫർ ചെയ്ത് അവളുടെ അടുത്ത് വന്ന് ഇങ്ങനെ ഇരിക്കുന്നു. എന്നിട്ട് ചെങ്ങ് അവളോട് പറയുന്നുണ്ട്, ഞാൻ ആ ഒരു ബ്ലാക്കിൻ്റെ കോമിക് ബുക്ക് വായിക്കുമ്പോൾ അതിൽ അവന് വിശേഷിപ്പിച്ച ഒരു ലൈനുണ്ട്. അതായത് ബാക്കിയുള്ളവർ തന്നെ പറ്റി ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാലും തനിക്ക് തന്നെ പറ്റി ഒരു വിശ്വാസം ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ആ ഒരു വിശ്വാസത്തിൻ്റെ മേലിൽ നമ്മൾ ജീവിക്കണം, ബാക്കിയുള്ളവർ പറയുന്നതൊന്നും കേൾക്കാൻ നിൽക്കരുത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവളിങ്ങനെ സമാധാനിപ്പിക്കുന്നുമുണ്ട്. എന്നിട്ട് അവനോട് പറയും, നിനക്ക് ഇനി എന്തെങ്കിലും ഒരു വിഷമങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നീ ഇങ്ങനെ ഒരിക്കലും വിഷമിച്ച് നിൽക്കുന്നതിന് പകരം ഡയറക്റ്റായിട്ട് എന്നോട് വന്നിട്ട് ആ ഒരു വിഷമങ്ങളെല്ലാം പറയണം എന്ന് പറയുന്നു. അത് കേട്ടതും ഇവിടെ ബേ അങ്ങോട്ട് ഞെട്ടിയിട്ട് ഇവനെ നോക്കും. കാരണം ഇവൻ്റെ ഒരു സ്വഭാവം അനുസരിച്ചിട്ട് ഇങ്ങനെയൊന്നും അവനൊരിക്കലും പറയാൻ പാടില്ല. പിന്നെ ഇവൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു വാക്കുകൾ കൊണ്ട് തന്നെ അവൾക്ക് കുറച്ചങ്ങോട്ട് സമാധാനമായിട്ട് പിന്നെ അവളും അവളെ തന്നെ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കിക്കുന്നത് പോലെ ഇങ്ങനെ പറയും, ശരിയാ, ബാക്കിയുള്ളവർ പറയുന്നതൊന്നും നമ്മൾ കേൾക്കാൻ പാടില്ല, അവർ നമ്മളെ പറ്റി എന്തൊക്കെയോ കള്ളങ്ങളാണ് പറയുന്നത്, അത് കള്ളത്തരമാണെന്ന് നമുക്കല്ലേ അറിയുള്ളൂ, പിന്നെ എന്തിനാ നമ്മൾ അവരുടെ ആ വാക്ക് കേട്ടിട്ട് നമ്മളിങ്ങനെ വിഷമിക്കുന്നത്, അവർക്ക് ഇതല്ലെങ്കിൽ വേറൊരു കാര്യം, നാളെ മറ്റൊരു കാര്യം കിട്ടിയാൽ അവർ അതിൻ്റെ പിന്നാലെ പോകും, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ ഒരിക്കലും അവസാനിപ്പിക്കില്ല അവരുടെ ഈ ഒരു പ്രവൃത്തി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് അവൾ ഒരു ടേബിളിൽ ഇങ്ങനെ തലയും വെച്ചിരിക്കുന്നു. എന്നാൽ അതുപോലെ ഇവിടെ ചെങ്ങും അവൾ ചെയ്യുന്നത് പോലെ ചെയ്തിട്ട് അങ്ങനെ പറയുന്നതും കേട്ട് അങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് ഇവൾക്ക് സമാധാനമൊക്കെ ആയി കഴിഞ്ഞതിന് ശേഷം അവർ തിരിച്ചു അവരുടെ ഹോസ്റ്റലിലോട്ട് തന്നെ പോകാനായ ഒരു സമയത്താണ് പുറത്ത് കടക്കാൻ നോക്കിയപ്പോൾ ഇവിടെ ഓൾറെഡി കോളേജ് എല്ലാം അടച്ച് സ്റ്റാഫുകളെല്ലാം പോയിട്ടുണ്ട്. എന്നാൽ അവരുടെ ഒരു ബിൽഡിങ്ങും പുറത്തു നിന്ന് പൂട്ടിയിട്ടുണ്ട്. അതായത് ഇവർ രണ്ടുപേരും ഇതിൻ്റെ ഉള്ളിൽ ലോക്കായി എന്ന അർത്ഥം. അപ്പോഴാണ് ഇവിടെ ബേക്ക് ആ ഒരു സത്യം മനസ്സിലാകുന്നതും പെട്ടെന്ന് തന്നെ അവളുടെ ഫോൺ എടുത്തിട്ട് അവളുടെ ലിന്നിനെ വിളിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അവളുടെ ഫോൺ ഓൾറെഡി ഓഫാണ്. കാരണം അവൾ ഒച്ച തൊട്ടേ ആ ഒരു ലൈബ്രറിയിലായിരുന്നല്ലോ. ഫോണൊന്നും ചാർജ് ചെയ്യാൻ തന്നെ അവൾക്ക് സമയം കിട്ടിയിട്ടില്ല. അതിൽ പിന്നെ ചെങ്ങ് അവൻ്റെ ഫോൺ നോക്കുമ്പോൾ അതും ഓഫായി കിടക്കുകയാണ്. അവനക്ക് പിന്നെ ഈ ഒരു ഫോൺ ചാർജ് ചെയ്യുക അങ്ങനത്തെ ഒരു പ്രക്രിയയൊന്നുമില്ല. ഓഫ് ആകുമ്പോൾ അപ്പോൾ ചാർജ് ആക്കും, അത്രയേ ഉള്ളൂ. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ രണ്ടുപേരും അതിൻ്റെ ഉള്ളിൽ ലോക്കായി. അങ്ങനെ തിരിച്ച് അവരുടെ ആ ഒരു ക്ലബിലോട്ട് തന്നെ വന്നു. പിന്നെ ഇനി രാവിലെ അവർക്ക് പോകാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കിയതോടു കൂടി തന്നെ ചെന്ന് ബേബേനോട് അവിടെ കിടന്ന് ഉറങ്ങാൻ വേണ്ടി പറയും. അവനക്ക് ഒരു ബ്ലാങ്കറ്റും എല്ലാം എടുത്തു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവനോട് പറയുന്നത്, എനിക്ക് നാളത്തെ ഒരു വർക്കിന് വേണ്ടിയിട്ട് ഒരു പോസ്റ്റർ റെഡിയാക്കാനുണ്ട്, ഞാൻ അത് കംപ്ലീറ്റ് ആക്കാൻ, നീ കിടന്ന് ഉറങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട് അവൾ അങ്ങനെ കിടത്തുകയാണ്. എന്നിട്ട് ഇവൻ്റെ പണിയെടുക്കാൻ പോകും. എന്നാൽ ഇവൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു കെയറിങ് എല്ലാം കണ്ടിട്ട് അവൾക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഫീൽ ആകുന്നുണ്ട്. എന്നിട്ട് ഇവനെയും ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. എന്നാൽ
പെട്ടെന്ന് അവൾ എഴുന്നേറ്റ് വന്നിട്ട് ഇവൻ്റെ അടുത്ത് വന്നിരിക്കും. എന്നിട്ട് പറയും, എനിക്ക് എന്തോ ഉറക്കം വരുന്നില്ല, പിന്നെ ഞാനിങ്ങനെ ഉറങ്ങുക, നീ ഇങ്ങനെ നമ്മുടെ ഒരു ക്ലബിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക, എനിക്ക് എന്തോ അതങ്ങോട്ട് ശരിയാകുന്നില്ല, ഞാനും നിന്നെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറയുമ്പോൾ അവനെ പറയും, നിനക്ക് ഇതിൻ്റെ ഹെൽപ്പിൻ്റെ ഒരു ആവശ്യവുമില്ല, ഞാൻ ഓൾറെഡി ഇതെല്ലാം കംപ്ലീറ്റ് ആക്കി തുടങ്ങി എന്ന് പറയുന്നു. അതിൽ പറയും, എന്നാലും ഞാൻ കിടക്കുന്നില്ല, ഞാനിതാ നിൻ്റെ ഈ വർക്കെല്ലാം കണ്ടിങ്ങനെ ഇരിക്കാമെന്ന് പറയുന്നു. എന്നാൽ ഇരുന്ന് കുറച്ചായപ്പോഴേക്കും അവൾക്ക് ഉറക്കം തൂങ്ങാൻ തുടങ്ങി. അവൾക്ക് അങ്ങോട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അവൾ മാക്സിമം പിടിച്ച് വെക്കാൻ നോക്കുന്നുണ്ട്, പക്ഷെ ഒരു രക്ഷവുമില്ല. അവസാനം അവൾ ഉറങ്ങി വീഴുകയാണ്. എന്നാൽ ആ ഒരു വീഴ്ച മുൻകൂട്ടി കണ്ടതുകൊണ്ട് തന്നെ ഇവിടെ ചെങ്ങ് അവളെ പിടിച്ച് നിർത്തും. അതിൽ പിന്നെ അവൾ ഞെട്ടി ഉണർന്ന് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് നേരം ഇങ്ങനെ നോക്കുന്നുണ്ട്. അവസാനം ബേ പറയും, എന്നാൽ ഞാൻ ഇവിടെ കിടന്ന് ഉറങ്ങാമെന്നും പറഞ്ഞിട്ട് അവനെ നോക്കിക്കൊണ്ട് അങ്ങനെ കിടക്കുന്നു. അങ്ങനെ അവൾ കിടന്നതേ ഓർമ്മയുള്ളൂ, അവൾ ഉറങ്ങിപ്പോയി. എന്നാൽ ഇവിടെ ഇവന് ബേനെ നോക്കി അങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇനി ഏകദേശം നേരം വെളുത്തു, കോളേജൊക്കെ ഉണർന്നു. പക്ഷെ ഇവർ രണ്ടുപേരും ഇപ്പോഴും ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ബേ അങ്ങോട്ട് കണ്ണു തുറക്കുന്നു. എന്നാൽ മുന്നിൽ ഇങ്ങനെ ചെങ്ങിങ്ങനെ ഉറങ്ങുകയാണല്ലോ. അവൾ അവനെയും ഇങ്ങനെ കുറച്ച് നേരം നോക്കി നിൽക്കുന്നുണ്ട്. പിന്നെ അവൻ ഉണരുന്നത് കണ്ടിട്ട് ഇവൾ പെട്ടെന്ന് ഉറങ്ങിയതുപോലെ നടിക്കുന്നു. അങ്ങനെ പിന്നെ അവൻ ഉണർന്ന് പിന്നെ എന്നാൽ ഇവൾ ഉറങ്ങിയാണെന്ന് വിചാരിച്ചിട്ട് അവനിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. അങ്ങനെ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ഇവിടെ റൂമൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന ആ ഒരു സ്റ്റാഫ് ഇവരുടെ ഡോറ് തുറക്കുന്നത്. എന്നാൽ അത് കണ്ടതും ഇവിടെ ബേ പെട്ടെന്ന് അങ്ങോട്ട് ചാടി എണീൽക്കും. എന്നാൽ ചെങ്ങിന് ഒരു കൂസലുമില്ല, കാരണം അവർ ഒരു തെറ്റായ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ലല്ലോ. എന്നാൽ ബേയുടെ ഒരു പ്രതികരണമൊക്കെ കണ്ടപ്പോൾ ഈ ഒരു സ്റ്റാഫിന് ഇവർ തമ്മിൽ എന്തോ ഒരു ഇടപാടുണ്ടെന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നെ പെട്ടെന്ന് തന്നെ അവർ സോറി ഞാൻ നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്തോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഒരു സ്ത്രീ അവിടെ നിന്നും വേഗം പോവുകയാണ്. ഇനി അത് കഴിഞ്ഞിട്ട് ഹോസ്റ്റലിൽ തിരിച്ചെത്താത്ത ഇവർക്ക് രണ്ടുപേർക്കും കോളേജിൻ്റെയും ഹോസ്റ്റലിൻ്റെയും വേഗം ഒരു പണിഷ്മെൻറ്റ് കിട്ടുന്നുണ്ട്, ഒരു ഡിസിപ്ലിനറി ആക്ഷൻ. സാറുമാരെ ഇവർ കണ്ടുപിടിക്കുകയും അപ്പം തന്നെ ക്വസ്റ്റ്യൻ ചെയ്യുകയും എന്നിട്ട് ഇവരെന്താണ് അവിടെ പെടാനുണ്ടായ കാരണം എന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ സമയം കൊടുക്കാതെ അവർ തന്നെ ആ ഒരു പണിഷ്മെൻറ്റ് കൊടുക്കുകയാണ്. എന്നിട്ട് അതും കഴിഞ്ഞിട്ട് അവരിങ്ങനെ നടന്നു വരുന്നുണ്ട്. അതിൽ ബേ പറയുന്നുണ്ട്, എനിക്ക് ആ ഒരു സാറുമാരോട് ഒന്ന് പറയാനുള്ള അവസരം പോലും കിട്ടിയില്ല എന്നൊക്കെ. ഏതായാലും ചെങ്ങ് അവളുടെ ക്ലാസ്സിലോട്ട് കൊണ്ടുവന്നാക്കിയാണ്. അങ്ങനെ അവർ ക്ലാസ്സിൻ്റെ മുന്നിലെത്തി. എന്നിട്ട് വീണ്ടും ഇങ്ങനെ അവർ സംസാരിച്ചു കൊണ്ട് ഇങ്ങനെ പിരിഞ്ഞു പോവുകയാണ്, ബായൊക്കെ പറഞ്ഞുകൊണ്ട്. എന്നാൽ ഇവർ രണ്ടുപേരും വീണ്ടും ഇങ്ങനെ ക്ലോസ് ആയി നിൽക്കുന്നത് ആ ഒരു പോസ്റ്റ് ചെയ്യുന്ന ആ ഒരു പെൺകുട്ടികൾ കാണുകയും വീണ്ടും ഫോട്ടോ എടുക്കുകയും വീണ്ടും അതേ ഒരു സോഷ്യൽ മീഡിയ പേജിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്യുകയാണ്. എന്നിട്ട് അതിനുള്ള ക്യാപ്ഷൻ ഇവർ ആക്ച്വലി കഴിഞ്ഞ ആ ഒരു പോസ്റ്റിങ്ങിൽ ഒരു വോട്ടിംഗ് ആയിരുന്നല്ലോ കൊടുത്തിരുന്നത്. ബേയും ചെങ്ങുമാണോ അതോ ബേയും യുവുമാണോ എന്നുള്ള ആ ഒരു വോട്ടിങ്. അതിൽ ഒരുപാട് പേര് രണ്ടുപേർക്കും ഇങ്ങനെ വോട്ട് ചെയ്തിരുന്നു. അവർക്ക് ചെറിയൊരു എൻ്റർടൈൻമെൻറ്റ് അത്രയേ ഉള്ളൂ ഇതിലൊക്കെ. ഏതായാലും ഇവിടെ ബേയും ചെങ്ങുമാണ് എന്നുള്ളവർക്ക് ഒരു സന്തോഷ വാർത്ത എന്ന് കാണിച്ചുകൊണ്ടാണ് ആ ഒരു ഫോട്ടോ അയക്കുന്നത്. അങ്ങനെ വീണ്ടും അത് ഭയങ്കര വൈറലാവുകയാണ്. എന്നാൽ അത് ഇവിടെ സിഒ കണ്ടിട്ട് ആകെ ഞെട്ടിപ്പോയി. കാരണം അവനൊക്കെ ഉറക്കം തൂങ്ങി അങ്ങനെ വരികയായിരുന്നു കോളേജിലോട്ട്. ഈ ഒരു പോസ്റ്റ് കണ്ടതോടുകൂടി അവൻ്റെ ഉറക്കമൊക്കെ എവിടെയോ പോയി. പിന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സീനിയർ പെണ്ണ് അവൾക്ക് ഭയങ്കര വിഷമം വരുന്നു, അതേപോലെ യും. എന്നാൽ ആ ഒരു കാര്യം കണ്ടുകൊണ്ടിരിക്കുന്ന ബേന്റെ അവസ്ഥ അവൾക്ക് ഭയങ്കര വിഷമവും ടെൻഷനും ഒക്കെ ആവുകയാണ്. പിന്നെ ഇവിടെ ഓൺലൈനിൽ മാത്രമല്ല അവളെ തൊട്ട് ബാക്കിലിരിക്കുന്ന ആ ഒരു കുട്ടികൾ വരെ ഇവളെ പറ്റി ഒരുപാട് ഗോസിപ്പ് പറയാൻ തുടങ്ങുന്നു. അതായത് ഒരേ ടൈമിൽ രണ്ട് പേരെ പ്രണയിച്ച് നടക്കുന്ന അങ്ങനത്തെ ഒരു പെണ്ണാണ് എന്ന രീതിയിലാണ് അവരൊക്കെ ഇവളെ നോക്കി കാണുന്നത്. അതോടുകൂടി അവൾക്ക് ഭയങ്കര ടെൻഷൻ കൂടിയത് കൊണ്ട് തന്നെ അവൾക്ക് ഇങ്ങനെ വൊമിറ്റ് ചെയ്യാനൊക്കെ തുടങ്ങുന്നു. അവൾ വാഷ്റൂമിലോട്ട് ഓടുന്നു. അവിടെ എത്തിയതും അവൾക്കും ഇതേ അവസ്ഥ. പുറത്ത് നിന്ന് ഇവളെപ്പറ്റി ഒരുപാട് പേരിങ്ങനെ ഇവളിവിടെ ഉണ്ടെന്നറിയാതെ അങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതും കൂടി ആയപ്പോൾ അവൾക്ക് തീരെ വയ്യ, പാനിക് അറ്റാക്ക് പോലെ, തല കറങ്ങുന്നത് പോലെ എന്തൊക്കെയോ അസ്വസ്ഥത. അവളാകെ വയ്യാതെ വീഴാൻ പോകുന്നതും കാണിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നത്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ ബാക്കി എന്തൊക്കെയാണെന്ന് അറിയാം. അതുവരെ ടാറ്റ ബൈ ബൈ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.